വേറൊരു കള്ളത്തരം കൂടി ഇന്ന് ഞാനിപ്പം വിചാരിച്ച കാര്യം തന്നെ യൂട്യൂബ് മീഡിയയിൽ കണ്ടു. അതായത് എല്ലാ വർഷവും എന്നാന്ന് ചോദിച്ചാല് ഈ ഇതില്ലേ വോട്ടിങ്, ആ ഗ്രാഫ് കാണിക്കത്തില്ലേ പ്ലെയറെ, ആ ഗ്രാഫ് കംപ്ലീറ്റ് അവിടെ കാണിക്കുന്നതാണ്. ഈ പ്രാവശ്യം എന്തുകൊണ്ട് ഒരു മുക്കാൽ ഭാഗമായപ്പം അത് അവിടെ മോഹൻലാൽ അത് സ്റ്റോപ്പ് ചെയ്യിച്ചു? ഞാനത് പിന്നീട് ശ്രദ്ധിക്കുന്നേ. അതെ, ലൈക്ക് അടിക്കാൻ മറക്കരുത്. അത് പിന്നീട് എന്താ പറയുക, ഞാനും പിന്നീടാ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതെന്തിനാ അവരത് സ്റ്റോപ്പ് ചെയ്തേ? അപ്പൊ ആ വോട്ടുകളൊക്കെ എവിടെ പോയി? ശരിക്കും പറഞ്ഞാൽ അവര് തന്നെ മുന്നേ വിധി എഴുതി ഈ എന്താ പറയാ, എന്നാ പിന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടിലിട്ട് ഈ 10-25 പേരെ വിളിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് കപ്പ് കൊടുക്കാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടൊരു സംഭവമായിരുന്നെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അല്ലേ? 50-ാം ദിവസം മുതൽ ഈ 90 ദിവസം വരെ, 50 തൊട്ട് 90 ദിവസം വരെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അറിയാമായിരുന്നു, അനു ഫാൻസിനും അറിയാമായിരുന്നു ആര് ജയിക്കുമെന്ന്, അനീഷ് ജയിക്കുമെന്ന്. പക്ഷെ ഈ 90 ദിവസത്തിന് ശേഷമാണ് കളി മാറിയത്. എങ്ങോട്ട് മാറി? അത് ആ കളി കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്നലെ എന്തുകൊണ്ട് ലാലേട്ടൻ ആ വോട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു? അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ചോദ്യം തന്നെയാണ്. സാധാരണ അങ്ങനെ കാണിക്കാറില്ല.